കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അത് മരിച്ചുപോയിന്ന് എന്തിനാ നിങ്ങൾ ഇവനോട് കള്ളം പറഞ്ഞത്? ബീയിങ് എ ഡോക്ടർ, നിങ്ങൾ ഈ കാണിച്ചത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിനോട് വളരെ നന്നായിട്ട് കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായിരാ. ഇവരെയൊക്കെ വിശ്വസിച്ച് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. നിന്നോട് എന്താ പറയേണ്ടത് പോലും എനിക്ക് അറിയില്ല. What do you mean, ഡോക്ടർ? ശ്യാം എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, എന്റെ നല്ല സുഹൃത്താണ് അവൻ. ഐ തിങ്ക് നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ എന്തോ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിട്ടുണ്ട്. യാതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗും ഉണ്ടായിട്ടില്ല റാം. ഇങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് എന്തായാലും ഇല്ല. ആൻഡ് നിങ്ങളോട് ഇതന്നെ പറയാനുള്ളത്, ഇവരുടെ കാര്യത്തിൽ നിങ്ങൾ ഇനി ഇൻവോൾവ് ചെയ്യരുത്. യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ഫാമിലി. നിങ്ങളും സീതയും സിഹിയും സന്തോഷമായിട്ടിരിക്കുക. പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ ഓൾ ദിസ്. അല്ല ഡോക്ടർ, ഇവരുടെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും എന്താ പറയാത്തത്? ദിസ് ഇസ് റിയലി റോങ്. നിങ്ങളോട് എനിക്ക് ഒരുപാട് ബഹുമാനം ഉണ്ടായിരുന്നു ഡോക്ടർ. ഒരു ഡോക്ടറിന്റെ സ്ഥാനത്തിരുന്ന് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാനേ പാടില്ല. ശരിയും തെറ്റുമൊക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും റാം. നിങ്ങൾ എത്രയൊക്കെ ചോദിച്ചാലും കുഞ്ഞിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഒരു കാരണവശാലും തരില്ല. ആൻഡ് ദിസ് കപ്പിൾ, ദേ ഡോണ്ട് ഈവൻ ഡിസേർവ് ദാറ്റ്. ഒരിക്കൽ കൂടി ആ കുഞ്ഞിന്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ വന്നാ എനിക്ക് പോലീസിന്റെ ഹെൽപ്പ് ചോദിക്കേണ്ടി വരും. ശ്യാം, മൈൻഡ് ഇറ്റ്. സെക്യൂരിറ്റി, ഡോക്ടർ, സെക്യൂരിറ്റി. കാർ സ്റ്റാർട്ട് ആവുന്നില്ല, മെക്കാനിക്കിനെ വിളിക്കേ. ഇപ്പം ചേട്ടനും ചേട്ടത്തെയും സത്യങ്ങൾ മനസ്സിലാക്കി. നാളെ മറ്റുള്ളവരും മനസ്സിലാക്കും. എന്റെ മകളെ ഒരിക്കലും നഷ്ടപ്പെടാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കില്ല. നീ ഇവിടെ ആയിരുന്നോ? എല്ലാരും നിന്നോട് കാത്തിരിക്കുവായിരുന്നോ? നീ ബാ. മോളെ, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാനൊക്കെ തോന്നുന്നു. എന്താ സീതമ്മ, എന്തു പറ്റി? നിങ്ങക്ക് വയ്യേ? നിങ്ങക്ക് തലവേദനയാ? വേദനയുണ്ട് മോളെ. എന്ത് വേദനയാ സീതമ്മ? ഒന്നുമില്ല മോളെ. ഓ, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും അച്ഛൻ വെളിയിൽ പോയതിന്റെ പ്രശ്നമാണോ? നീ വിഷമിക്കാൻ നിക്കണ്ട, അച്ഛൻ വേഗം വന്നോളും. ഡോക്ടറുകളുടെ കുഞ്ഞാവേം കൊണ്ട് അവര് വേഗം വന്നോളും. അപ്പൊ നീ ഹാപ്പി ആവില്ലേ? ഇപ്പൊ വാ, നമുക്ക് പാവയുടെ കൂടെ ഫോട്ടോ എടുക്കാലോ. വാ. സീതയുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. കല്യാണത്തിന് മുമ്പ് ഒരു ദിവസം ഞങ്ങൾ എന്തോ ഹോമത്തിന് ഇങ്ങോട്ട് വന്നിരുന്നു. നിങ്ങളുടെ അനിയത്തി സുഖമായിട്ടിരിക്കുന്നു എന്നറിയാൻ ഇപ്പോഴെങ്കിലും വന്നല്ലോ. അത് തന്നെ വലിയ സന്തോഷം. ഇങ്ങനൊരു വീട്ടില് സീത കഴിയുമ്പോ സന്തോഷമായിട്ടിരിക്കുമല്ലോ. ആ ഗ്യാരണ്ടി ഞങ്ങൾക്കുണ്ട്. ഇവിടെ എന്ത് കുറവാ ഉള്ളേ? ഭാർഗവി ചേച്ചി, ഇവിടുത്തെ സ്വത്ത് മൊത്തം ഏകദേശം എത്ര കോടി ഉണ്ടാവും? നിങ്ങളുടെ സീതയ്ക്ക് മാത്രമല്ല, ഇനിയൊരു 4 തലമുറയ്ക്ക് സന്തോഷമായിട്ട് കഴിയും. യാതൊരു ടെൻഷനും വേണ്ട. അല്ല, അളിയൻ ഇങ്ങോട്ടെത്താൻ ഇനി ഒരുപാട് നേരം എടുക്കുവോ? ആ, ലേറ്റ് ആവുമായിരിക്കും. ആ, നിങ്ങളുടെ മുമ്പിൽ നിന്നല്ലേ പോയത് എന്റെ അപ്പു, ഡോക്ടർ അനന്തലക്ഷ്മിയെ കാണാനായിട്ട്. ഡോക്ടർ അനന്തലക്ഷ്മി എനിക്ക് വളരെ വേണ്ടപ്പെട്ടവളാ. ഷീ ഈസ് എ ഗുഡ് ഫ്രണ്ട്. വീട്ടിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് വിളിച്ചിരുന്നു. പക്ഷെ എന്തോ ജോലി തിരക്ക് കാരണം വരാൻ സാധിച്ചില്ല. ഡോക്ടർ അനന്തലക്ഷ്മി, നിങ്ങൾക്കറിയില്ലേ അവരെ? ഞങ്ങൾക്ക് ഈ ലക്ഷ്മിയെ മാത്രമേ അറിയൂ. അനന്തലക്ഷ്മിയൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്കറിയില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ അവരെങ്ങനെ അറിയാനാ? സാധ്യതയില്ലല്ലോ. സീതമ്മ വന്നല്ലോ. ബാ, നമുക്ക് എല്ലാവർക്കും ബൊമ്മയുടെ കൂടെ ഫോട്ടോ എടുത്താലോ? ക്യൂട്ടേച്ചി, നിങ്ങളും വരണേ. നിങ്ങൾ എല്ലാവരും നിന്നോളൂ, ഞാൻ ഫോട്ടോ എടുത്തോളാം. റാമുണ്ടായിരുന്നെങ്കിൽ നന്നായനെ അല്ലേ? അവൻ വന്നിട്ട് ഒരു ഫോട്ടോയും കൂടെ എടുത്താ പോരെ?
റെഡി, സ്മൈൽ. ഇതെന്താ സീത, മുഖം ഇങ്ങനെ ഉമ്മ പിടിച്ച് നിൽക്കുന്നത് എന്താ? ഇപ്പൊ തന്നെ നിന്റെ ചേച്ചി എന്നോട് പറഞ്ഞേ ഉള്ളൂ, ഈ വീട്ടിൽ നീ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നേന്ന്. നിന്റെ മുഖത്ത് ആ സന്തോഷമൊന്നും കാണുന്നില്ല. ഇവരിത് കണ്ട എന്താ വിചാരിക്ക അല്ലേ? സ്മൈൽ. സ്മൈൽ ചെയ്യ്. നൈസ്. അമ്മ എന്റെ പഴയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്താതെ അടങ്ങില്ല. മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ എനിക്ക് റാമിനോട് എല്ലാം പറയണം. അവ മാത്രമേ എനിക്കിവിടെ ധൈര്യമായിട്ടുള്ളൂ. ഈ കേസ് ആക്ച്വലി നമുക്ക് ഫേവർ ആവുന്ന രീതി ചെയ്തു തന്നാൽ നന്നായിരിക്കും സർ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ശ്യാമ, ലോയറാ ഫോൺ ചെയ്തത്. അറ്റ് എനി കോസ്റ്റ് ഈ കേസ് വർക്കൗട്ട് ആവുമെന്ന് എന്നോട് പറഞ്ഞത്. എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. ഈ സെറോഗേറ്റഡ് മദറും ഡോക്ടറും കൂടെ ചേർന്ന് ബയോളജിക്കൽ പേരൻസിന്റെ കുഞ്ഞിന്റെ ഒരു ഡീറ്റെയിൽസും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാനാ? അൺഅക്സെപ്റ്റബിൾ. എന്തായാലും നമ്മൾ ലീഗൽ ആക്ഷൻ എടുക്കുന്നുണ്ട്. സത്യം എന്തായാലും പുറത്തു വരട്ടെ. അല്ല റാം, അവര് പറയുന്ന ഉറപ്പാണോ? അഫ്കോഴ്സ് പറഞ്ഞാലേ പറ്റൂ. റാം, ഞങ്ങൾക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് സമ്മതിക്കുന്നു. ഹേയ്, തെറ്റൊക്കെ സംഭവിച്ചു കാണും. പക്ഷെ ഡോക്ടർ അനന്തലക്ഷ്മി മാഡം ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ശ്യാമേ. ലിസൺ, നീ ഒന്നും ഓർത്ത് പറയാവണ്ട. നിനക്കൊരു പ്രോബ്ലം ഇല്ലാതെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. നിന്റെ കുഞ്ഞിനെ നമ്മൾ കണ്ടെത്തിയിരിക്കും. ഡോണ്ട് വറി, ഇറ്റ്സ് എ പ്രോമിസ്. ശ്യാം ഇപ്പോഴും റാമിന്റെ വീട്ടിലാവോ? പോയിട്ട് കുറേ സമയമായല്ലോ, ഒന്നും വിളിച്ചത് പോലുമില്ല. ഹലോ ഷാലു. ഹായ് ബേബി. ഭാഗ്യം, എപ്പോഴെങ്കിലും അനിയത്തി ഓർമ്മ വന്നല്ലോ. താങ്ക് ഗോഡ്. അതെന്താ അങ്ങനെ പറഞ്ഞേ? കൂടെ പിറന്ന അനിയത്തി ആരെങ്കിലും മറക്കോ? ഇത്ര ദിവസം നീ മറന്നതായിരുന്നില്ലേ? ഒരു കോളില്ല, വിവരമില്ല. അന്ന് വീട്ടിൽ വന്ന് പോയതാ. അത് നീ എന്നെ കാണാനൊന്നും വന്നതല്ല. എനിക്ക് അനിയത്തിയായിട്ട് നീ മാത്രമേ ഉള്ളൂ. നിന്നെ ഞാൻ എങ്ങനെയാ മറക്കുന്നേ? നിന്നെ കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. വാ ചാന്ദിനി. ഇതൊക്കെ വെറും പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് കേറുണ്ടായിരുന്നെങ്കിൽ നീ എന്നെ വിളിച്ച് അങ്ങോട്ട് വരാൻ പറഞ്ഞേനെ. അല്ലാതെ അങ്ങോട്ട് വിളിക്കുമ്പോ വെറുതെ പറഞ്ഞാ പോരാ. അല്ല, ഞാൻ വേറൊരു ടെൻഷനിലായിരുന്നു. നോക്ക്, ഐ റിയലി വാണ്ട് ടു സീ യു. ഐ വാണ്ട് ടു ടോക്ക് ടു യു. പ്ലീസ് വാ. നോ വേ. ആ റാമിന്റെ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല. ഹേയ്, ഞാനിപ്പോ റാമിന്റെ വീട്ടിലല്ല. ഞങ്ങൾ വേറൊരു വീടെടുത്തു. വേറെ വീടെടുത്തെന്നോ? ഇത്ര നേരത്തെ പറയണ്ടായിരുന്നു. അതൊക്കെ ഒരു തിരക്കിൽ അങ്ങനെ സംഭവിച്ചു പോയി ചാന്ദിനി. നീ ഇങ്ങോട്ട് വാ, നമുക്ക് സംസാരിക്കാം. ഇല്ല ഷാലു, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ജിജുവിന് ഒട്ടും ഇഷ്ടമല്ല. സോ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഇല്ല, അവനിപ്പോ വീട്ടിലില്ല. സോ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അവൻ എത്തുമ്പോഴേക്കും ഇവിടുന്ന് പോയാ മതിയല്ലോ. സോ ജിജു എന്തായാലും ഈ ജന്മത്തെ എന്നോട് സംസാരിക്കില്ലെന്ന് ഉറപ്പായി. ആരും കാണാതെ വരാനാണോ പറയുന്നത്? നമുക്ക് സംസാരിക്കാം ചാന്ദിനി. അവന്റെ ദേഷ്യം കുറയാൻ കുറച്ച് സമയം അവന് കൊടുക്ക്. നീ ഇപ്പൊ വരുന്നുണ്ടോ ഇല്ലയോ? നിന്നോടിങ്ങനെ അപേക്ഷിക്കണോ? ശരി, വീട്. ഇത്രയൊക്കെ ചോദിച്ചതല്ലേ, ലൊക്കേഷൻ അയക്ക്, ഞാൻ വന്നോളാം. അയ്യോ, എന്നെ പിടിക്കല്ലേ.
പിള്ളേരുണ്ടായിരുന്നു. അവിടെ ചെന്ന സൗകര്യം കിട്ടില്ല. ഇവിടെ 2 പേരേ ഉള്ളൂ. എന്നിട്ട് വല്ല സമാധാനം ഉണ്ടോ നമുക്ക്? കൊരങ്ങിനെ പോലെ ചാടി നടക്കുന്ന കണ്ടില്ലേ? ഒന്നിങ്ങോട്ട് വന്നേ. നിന്റെ റൂം എവിടെയാ? ഒന്ന് കാണിച്ചതാടി. സിഹി, ആന്റിക്ക് നിന്റെ റൂം കാണിച്ചതാ. എന്തൊക്കെ പറഞ്ഞാലും ഈ ഊഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. കിടന്നാൽ അപ്പ തന്നെ ഉറക്കത്തിലേക്ക് അങ്ങ് വീണ് പോവല്ലേ. ഇതാ കഴിക്കും. സിഹി, അനി, ഇങ്ങനെ ഓടി കളിക്കല്ലേ, വീഴ നിങ്ങള്. വേറെന്തെങ്കിലും കളിക്ക്. അല്ല, ഡൈനിങ് ടേബിളിൽ കുറെ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടല്ലോ. കേടുവന്നു പോതില്ലേ? പോകുമ്പോ കുറച്ച് ഞങ്ങക്ക് പൊതിഞ്ഞിങ്ങി തന്നേക്കണേ. സിയോട് ഞങ്ങൾ കുറെ നേരമായിട്ട് അവളുടെ റൂം ഒന്ന് കാണിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞതൊന്നും അവള് കേട്ടിട്ടേ ഇല്ല. സിഹിക്ക് സെപ്പറേറ്റ് റൂമോ? അവക്ക് ഇവിടെ സെപ്പറേറ്റ് റൂമൊന്നും ഇല്ല. അവള് സീതയുടെ റാമിന്റെയും കൂടെ ഉറങ്ങാറ്. എന്താ? സീതയുടെ റാമിന്റെയും കൂടെയാണോ ഉറങ്ങാറ്? അപ്പോ ആദ്യരാത്രി ഒന്നും കഴിഞ്ഞില്ലേ? അത് ആതിരയോ? അതാരാ? നിന്റെ മുത്തശ്ശി. ആതിര അല്ല അനി, ആദിരാത്രി എന്നുവെച്ചാ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഡേ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ അവിടെ കിടക്കുന്നതാ. ഇവക്കെല്ലാം അറിയാലോ. ഇന്നത്തെ പിള്ളേർക്ക് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് പോയി വല്ലതും കളിക്കാൻ നോക്ക്. വാ അനി, കളിക്കാൻ പോകാം. എന്റെ സീതയ്ക്ക് ഒട്ടും ബുദ്ധിയില്ലാഞ്ഞിട്ടാ. അയ്യോ, ശരി, ഞാൻ അവളോടൊന്ന് പോയി സംസാരിക്കട്ടെ. പറ, ഹൗ ആർ യു? ഐ ആം ഗുഡ് ഷാലു. കള്ളം പറയണ്ട. ഞങ്ങളെ അവിടുന്ന് പുറത്താക്കിയ ശേഷം നീ നന്നായിട്ടൊന്നും ഉറങ്ങിയിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു. കണ്ടോ, മുഖമൊക്കെ ആകെ മെലിഞ്ഞൊട്ടിയിരിക്കുന്നു. അയ്യോ, ഇതെന്താ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നേ? ഇപ്പൊ നീ എന്താ മോയ്സ്ചറൈസ് ഒന്നും ചെയ്യാറില്ലേ? ഒന്നും പറയണ്ട, എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയൂ. അത്ര വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന എന്ത് ബുദ്ധിമുട്ടാണെന്നോ. രാത്രി ഒന്ന് ഉറങ്ങാൻ കിടന്നാ മതി, എന്തൊക്കെയോ ചിന്തകളാ, എന്തൊക്കെയോ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. എന്താ ഓർമ്മ വരുന്നേ? ഭൂതപ്രേതങ്ങളാ? ഭൂതപ്രേതങ്ങളോ? അതിനെയൊക്കെ പേടിയുള്ള പേടിത്തൊണ്ടിയാണ് ഞാനെന്നാണോ കരുതിയിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ നീ എന്ത് കരുതുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് എനിക്ക് റാമിനെ ഓർമ്മ വരാറ്. റാമിനെയോ? അവനെ ഇതുവരെ മറന്നില്ലേ നീ? ഐ നോ ഷാലു, നൗ ഹി ഈസ് മാരീഡ്. ബട്ട് എനിക്കവനെ കല്യാണത്തിന് മുമ്പ് തൊട്ടേ അറിയാവുന്നതല്ലേ. ഞാൻ അവന്റെ ഫസ്റ്റ് ലവ്. ഐ ലവ് ഹിം ഫോർ എവർ. ഇപ്പം ഞങ്ങൾ ബ്രേക്കപ്പ് ആയി കാണും. ആൻഡ് ഇൻഫാക്ട് എൻ്റെ ഭാഗത്തും ചില തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് അവനോട് എൻ്റെ മനസ്സിലാ സ്നേഹം ബാക്കിയുള്ളത് ഒരു തെറ്റാണോ? സ്നേഹത്തിന് ശരിയും തെറ്റും അറിയാനുള്ള സാധ്യതയില്ല, എഗ്രി. ബട്ട് അവനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഇനിയും എന്ത് ചെയ്യാനാ നീ? ഇറ്റ്സ് ഹാപ്പൻ വിത്ത് us, വൈഫ് ആൻഡ് കിഡ്. ഏതൊരു കുഞ്ഞിന്റെ അച്ഛനായിട്ട് ശരിക്കും സിഹി എന്തായാലും നമ്മുടെ റാമിന്റെ മകളല്ല. ബിക്കോസ് റാമിന്റെ കല്യാണം കഴിഞ്ഞത് ഈ അടുത്താ. ബട്ട് സിഹിക്ക് ഇപ്പൊ 6 വയസ്സാ. ആൻഡ് ശ്യാം ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു സിഹി എപ്പോഴും അച്ഛനെ കിട്ടണം എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന്. എന്താ ശരിക്കുള്ള കഥ? നിനക്ക് എന്തെങ്കിലും അറിയോ? എനിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല. എനിക്കില്ലാത്ത എന്താണോ 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയിൽ അവൻ കണ്ടെന്ന് എനിക്കറിയില്ല. ഇതുകൊണ്ടായിരിക്കും പറയുന്നത് ലവ് ഈസ് ബ്ലൈൻഡ് എന്ന്. വിട്, ഇതിനെക്കുറിച്ച് നിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് പ്രയോജനം? സീതയും നീയും തമ്മിൽ പഴയൊരു കണക്ഷൻ ഉണ്ടല്ലേ? അവളുടെ പേരൊന്ന് കേട്ടാ മതി, നിനക്കൊന്നും അറിയാത്ത പോലെയാ പെരുമാറ്റം. വാ തുറക്കില്ല. പഴയ കണക്ഷനോ? എന്ത് പഴയ കണക്ഷൻ? ഞാൻ സീതയെ കണ്ടത് തന്നെ ഈ അടുത്ത് പരിചയപ്പെട്ട ഒരാളുമായിട്ട് എന്ത് കണക്ഷൻ ഉണ്ടാവാനാ? ഓ, നിനക്ക് അവളെ പരിചയം ഇല്ലാഞ്ഞിട്ടാണോ നമ്മുടെ അഡ്രസ്സിലേക്ക് അവള് ലെറ്റർ അയച്ചത്? ലെറ്ററോ? എന്ത് ലെറ്റർ? അതെ, സീതയുടെ സൈനുള്ള ലെറ്റർ. അത് ഞാൻ നമ്മുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. അവളെന്തിനാ നമ്മുടെ അഡ്രസ്സിലേക്ക് ലെറ്റർ എഴുതുന്നത്? അതും ഏതോ ഒരു ആശ്രമത്തിൽ നിന്ന്. അതിന് മാത്രം എനിക്കിതുവരെ ആൻസർ കിട്ടിയിട്ടില്ല.
നീ എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ ഷാലു, സീത. ഓ ഗോഡ്, ശ്യാം എത്തിയെന്ന് തോന്നുന്നു. അവനെങ്ങനെ നിന്നെ ഇവിടെ കണ്ട എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. ഓൾറെഡി എന്നോട് വഴക്കിട്ടിട്ടാവും പോയത്. എന്താ ഇപ്പൊ ചെയ്യാ? ശാലി, നീ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കെ. ഓക്കെ. എന്താ ഇത് സീതേ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? ഇതുവരെ ആദ്യരാത്രി ഒന്നും കഴിഞ്ഞിട്ടില്ലെന്ന്? അന്ന് തന്നെ ഞാൻ മണ്ഡപത്തിൽ വെച്ച് പറഞ്ഞതാ നിന്റെ മോളെ ഒന്ന് ഇടയ്ക്ക് വിട്ടു നിൽക്കാൻ പഠിച്ചോന്ന്. ഭാര്യയും ഭർത്താവും ആവുമ്പോ ഒരുമിച്ച് നിക്കണ്ടേ? എവിടെ പോയാലും മോള് മോള് മോളെന്ന് പറഞ്ഞാ കുടുംബം എങ്ങനെ മുന്നോട്ട് പോവും? ഏട്ടത്തി, സീതേ, നീ ഒന്നും പറയണ്ട. വാ തുറന്നാ നീ വേദാന്തം മാത്രമേ പറയൂ. എന്റെ തലയിൽ അതൊന്നും കേറില്ല. അല്ല സീതേ, അവിടെ ആവുമ്പോ ചോദിക്കാനും പറയാനും ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. പറഞ്ഞു തരാൻ ഞാനുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ 2 മേമ്മമാരില്ലേ, മുത്തശ്ശനും ഉണ്ട്. എന്നിട്ടും ഇതുവരെ ആരും ഇതൊന്നും പറഞ്ഞു തന്നില്ലേ? ശരി വിട്, ഇനി വെറുതെ അതാലോചിക്കണ്ട. ഇനിയിപ്പൊ ഞങ്ങൾ ഇങ്ങ് എത്തിയല്ലോ, എല്ലാ കാര്യങ്ങളും പരിഹരിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ ഭർത്താവ് ആ ശ്യാമിനെ സഹായിക്കുന്നത് നിനക്കത്ര ഇഷ്ടമല്ലല്ലേ? പക്ഷേ നീ എത്ര പറഞ്ഞാലും നിന്റെ ഭർത്താവ് കേക്കില്ല. ഇതാ കറക്റ്റ് സമയം. ഞാൻ പറയുന്നത് കേക്ക്. നീ അവനെ പറഞ്ഞ് മനസ്സിലാക്ക അവരുടെ കൊച്ചിനെ അന്വേഷിച്ച് നടക്കണ്ടാന്ന്. കാരണം എന്താ? അവരെങ്ങാണോ ആ കൊച്ചിനെ കണ്ടുപിടിച്ചാ നിനക്ക് നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്നല്ലേ അതിന്റെ അർത്ഥം? വേണോ ഇതൊക്കെ? സിഹി നിന്റെ കൂടെ വേണമെന്നില്ലേ? സിഹി നിന്റെ കൂടെ വേണമെങ്കിൽ ആദ്യം നിന്റെ ഭർത്താവ് നിന്റെ കൂടെ നിൽക്കാൻ വേണ്ടതൊക്കെ ചെയ്യണം. ഈ ആണുങ്ങൾ പറഞ്ഞാ കേക്കില്ല. ഇങ്ങനത്തെ വിദ്യകളൊക്കെ പ്രയോഗിക്കേണ്ടി വരും. പ്രത്യേക ടൈപ്പാ. ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ അവർ കേൾക്കില്ല. നീ എന്താ പ്രതിമ പോലെ ഇരിക്കുന്നേ? ഞാൻ പറയുന്ന എന്തെങ്കിലും നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഏട്ടത്തി, ബന്ധങ്ങൾ നിലനിൽക്കുന്നത് വിശ്വാസത്തിന് പുറത്താ. ഇത്തരം ചടങ്ങുകൾ കൊണ്ട് മാത്രം കുടുംബജീവിതം. നീ ഒന്ന് മിണ്ടാതിരിക്കുക സീതേ. വിശ്വാസം എത്ര പ്രധാനമാണോ ഇത്തരം ചടങ്ങുകളും അത്രയ്ക്ക് പ്രധാനമാ. ഈ കല്യാണവും കുട്ടികളും എല്ലാം ഒരു കണക്കിനൊരു ചടങ്ങ് തന്നെയല്ലേ? നോക്ക്, നീ ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ നിന്റെ പ്രശ്നങ്ങളെല്ലാം അതോടെ തീർന്നു കിട്ടും. ഇന്ന് നമ്മൾ ഈ ചടങ്ങ് ഇവിടെ നടത്തിയേ പറ്റൂ. അയ്യോ സീത, ഒന്ന് മിണ്ടാതിരിക്കേ. ഞാൻ പറയുന്ന ഒന്ന് കേട്ടു നോക്ക്. അത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഇന്ന് ഈ ചടങ്ങ് നടക്കും നടക്കും നടന്നിരിക്കും. എല്ലാം ഞാൻ നോക്കിക്കോളാം. നീ അടങ്ങിയിരിക്കേ. ഓ, സാധനം ചേച്ചി നിങ്ങളായിരുന്നോ? ഞാൻ വിചാരിച്ച ഏതോ കള്ളി പൂച്ചയാണെന്ന്. തരക്കേട്ടില്ലല്ലോ. നിങ്ങളും എന്റെ അയൽവക്കക്കാരെ പോലെ പറയുന്നതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കാറുണ്ടല്ലേ? നിങ്ങളിപ്പോ എന്താ എന്നോട് പറഞ്ഞത്? ഞാൻ എന്തിനാ ഒളിഞ്ഞു കേൾക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കാൻ വന്നതാ. ഞാൻ ഈ വീട്ടിലെ മരുമോളാ. ഞാൻ എന്തിനാ ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. മനസ്സിലായോ? മേമ, നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത്. ഏട്ടത്തി എന്തോ തമാശയ്ക്ക് പറഞ്ഞതാ. സീതേ, തമാശ എന്താ ഏതാന്ന് എനിക്ക് മനസ്സിലാവില്ലേ? ഒളിഞ്ഞു നിന്ന് കേൾക്കുവാന്ന് എനിക്ക് വിഷമാവില്ലേ? അങ്ങനെയല്ല മേമ, അവരുടെ സംസാരം അങ്ങനെയാണെന്നേ ഉള്ളൂ. മനസ്സുകൊണ്ട് നല്ലവരാ. നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അവരറിയാതെ പറഞ്ഞു പോയതായിരിക്കും. പ്ലീസ് വിഷമിക്കാതിരിക്കേ. ഈ സുലോചനയുടെ നാക്കിന് ലൈസൻസ് ഇല്ലെന്ന് തോന്നുന്നു. വായി തോന്നുന്ന പോലെ സംസാരിക്കുന്ന. ഞാൻ ഈ വീട്ടിലെ മരുമോളാ. എനിക്ക് ഈ വീട്ടിൽ എന്റേതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. ഒളിഞ്ഞു കേട്ടു എന്നൊക്കെ എന്നോട് പറയാൻ മാത്രം ആരാ അവള്? ചേച്ചി, ഞാൻ നിനക്ക് ഈ ഗിഫ്റ്റ് തന്നിട്ടുമില്ല, നീ ഇത് വാങ്ങിച്ചിട്ടുമില്ല. ഓക്കെ? എത്ര ദിവസമായി ഞാൻ സാധനയ്ക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട്. നീയാണെങ്കി ഈ ചേച്ചിയെ പാടെ മറന്നുപോയല്ലോ.
അത് സാരമില്ല. സീത വന്നതിന് ശേഷം സീതയെ മാത്രം മതിയല്ലോ നിനക്ക്. അങ്ങനെയൊന്നും അല്ല ചേച്ചി. നവരാത്രിക്ക് ഷോപ്പിങ്ങിന് പോവാൻ പറ്റിയില്ല. പക്ഷേ നിനക്കൊന്നും തരാതെ എനിക്ക് ഇരിക്കാനും പറ്റുന്നില്ല. ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല സാധന. നീയാ ഇതാദ്യമായിട്ട് ധരിക്കാൻ പോകുന്നത്. ഭംഗിയുണ്ടോ? ചേച്ചി, എന്റെ ബർത്ത്ഡേക്ക് വൈറ്റ് സ്റ്റോൺ നെക്ലസ് തന്നിരുന്നില്ലേ? അതും ചേച്ചി ഇവിടെ ഇല്ലാതിരുന്നിട്ടും ചേട്ടനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയില്ലേ? അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതും നല്ല ഭംഗിയുണ്ട് ചേച്ചി. താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? പക്ഷേ എന്നിട്ട് നിന്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ. അതെന്താ? എന്തു പറ്റി? ഒന്നുമില്ല ചേച്ചി. ചേച്ചി, സുലോചന സീതയോട് എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താ പറഞ്ഞ്? ശ്യാമിന്റെ മോളെ അന്വേഷിച്ചു പോയാ നിന്റെ മോളെ നഷ്ടപ്പെടില്ലേ? റാമിനോട് ഈ അന്വേഷണമൊക്കെ നിർത്തിവെച്ച് സ്വന്തം കുടുംബക്കാരെ നോക്കണോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. മുഴുവനായിട്ടും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ സുലോചന സീതയോട് എന്തിനാ പറയുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. അവര് തമ്മിൽ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് വിട്. നീ ഏതായാലും ഈ നെക്ലസ് കൊണ്ടുപോയി എടുത്തു വെക്ക്. നീ ഈ ചേച്ചിയെ മറന്നാലും ഈ ചേച്ചിക്ക് മറക്കാനാവില്ലല്ലോ. അയ്യോ ചേച്ചി, എനിക്ക് ഈ വീട്ടിൽ ആരൊരു സ്ഥാനം തന്നാലും ഇല്ലെങ്കിലും ചേച്ചി എന്നെ പൊന്നുപോലെ നോക്കാറുണ്ട്, സ്നേഹം തരാറുണ്ട്. നിങ്ങളെ ഞാൻ എങ്ങനെയാ ചേച്ചി മറക്കുന്നേ? സിഹി, നീ ഇവിടെ എന്ത് ചെയ്യാ? അത് ഞാനും അനിയും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമായിരുന്നു. അനി എന്നെ കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ആരോടും പറയരുതേ. ഷൂ. ശരി, പോയി കളിച്ചോ.